MD വാസുദേവൻ നായരുടെ തിരക്കഥ, മമ്മൂട്ടി നായകൻ. മലയാള സിനിമയിൽ പിറന്നത് MD കഥ പോലെ മനോഹരമായൊരു സിനിമ. സുഹൃതം മലയാള സിനിമയിലെ സുഹൃതമായി മാറി. ആദ്യ ചിത്രമല്ലെങ്കിലും ചിത്രം സംവിധാനം ചെയ്ത ഹരികുമാർ പിന്നീട് സുഹൃതം ഹരികുമാർ എന്നറിയപ്പെടാൻ തുടങ്ങി. 1994 സുഹൃതം തിയേറ്ററുകളിലെത്തിയത്. ആ വർഷം മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം സുഹൃതം സ്വന്തമാക്കി. ഹരികുമാർ ഓർമ്മയാകുമ്പോൾ മലയാള സിനിമയിലെ സുവർണകാലത്തിനൊപ്പം സഞ്ചരിച്ച സംവിധായകനെയാണ് നഷ്ടമായത്. വായനയെ ജീവശ്വാസമായി കരുതിയിരുന്ന ഹരികുമാർ മുകുന്ദൻ, പെരുമ്പടവം ശ്രീധരൻ, ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നിവയുടെ കഥകളും തിരക്കഥകളും സിനിമയാക്കിയിട്ടുണ്ട്. 1981 പുറത്തു വന്ന ആമ്പൽ പൂവാണ് ആദ്യ ചിത്രം. ഈ ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചത് പെരുമ്പടവും ഹരികുമാറും ചേർന്നാണ്. ഒരു സ്വകാര്യം, അയനം, ജാലകം, ഊഴം, പുലർവെട്ടം, എഴുന്നള്ളത്ത്, സദ്ഗമയ, ഉദ്യാനപാലകൻ, പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ, സ്വയംവരപ്പന്തൽ, ക്ലിൻറ്റ് തുടങ്ങി 18ഓളം ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. മുകുന്ദൻ്റെ രചനയിൽ ഒരുക്കിയ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യയാണ് അവസാനം പുറത്തു വന്ന ചിത്രം. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യ ചെയർമാനായും ദേശീയ ചലച്ചിത്ര പുരസ്കാര ജൂറി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാലോടിന് സമീപമുള്ള കാഞ്ചിനട എന്ന ഗ്രാമത്തിലാണ് ഹരികുമാറിൻ്റെ ജനനം. അച്ഛൻ രാമകൃഷ്ണപിള്ള, അമ്മ അമ്മുക്കുട്ടിയമ്മ. ഭരതന്നൂർ സ്കൂളിലായിരുന്നു 10ാം ക്ലാസ് വരെയുള്ള പഠനം. പിന്നീട് തിരുവനന്തപുരത്ത് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. കുട്ടിക്കാലത്ത് തന്നെ വായനയെ ഒപ്പം കൂട്ടി. 10ാം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും മിക്ക ലോക ക്ലാസിക്കുകളും വായിച്ചു കഴിഞ്ഞിരുന്നു. അക്കാലത്തു തന്നെ സിനിമയോടും പ്രിയം തുടങ്ങിയിരുന്നു. എഞ്ചിനീയറിംഗ് പഠനത്തിനായി തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് സിനിമയുമായി കൂടുതൽ അടുത്തത്. ചിത്രലേഖ ഫിലിം സൊസൈറ്റിയുടെ ചലച്ചിത്ര പ്രദർശനങ്ങൾ പതിവായി കണ്ടു. പിന്നീട് അസിസ്റ്റൻ്റ് എഞ്ചിനീയറായി ജോലി കിട്ടി. ജോലിയുടെ ഭാഗമായി കൊല്ലത്തെത്തിയപ്പോൾ സംവേദന ഫിലിം ഫോറത്തിൻ്റെ ഭാഗമായി. മലയാള സിനിമയ്ക്ക് ഒരു പിടി മികച്ച ചിത്രങ്ങൾ സമ്മാനിച്ച ഹരികുമാർ വിട പറഞ്ഞു. മലയാള സിനിമയുടെ സുഹൃതത്തിന് പ്രണാമം.